ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെപ്പോഴും ശരിക്കും ഒത്തിരി കുടുംബകാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വിഷയമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നമുക്കറിയാം, മനുഷ്യരുടെ എല്ലാം പ്രത്യേകത. അത് ഞങ്ങളെല്ലാവരും ഈ അനുകരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഭ്രമിച്ചു പോവുക. നമുക്കറിയാം, ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ടെലിവിഷനിലും അല്ലാതെയൊക്കെ വരുന്ന പരസ്യങ്ങളാണ്. എല്ലാ പരസ്യങ്ങളും കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ്. വാങ്ങിക്കുന്ന സാധനങ്ങളായാലും, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലും, ഈവൻ പച്ചക്കറിയാണെങ്കിലും എല്ലാം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു പരസ്യത്തിൻ്റെ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചൊരു ചർച്ചയാകാമല്ലേ അച്ഛാ? കാരണം ഈ പരസ്യം പലപ്പോഴും നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കും. അതൊരു വലിയ അപകടമാണ്. എവിടെ ചെന്നാലും ഇന്ന് പരസ്യത്തിൻ്റെ കാലം. എവിടെ നോക്കിയാലും എന്ത് മേടിച്ചാലും ഫ്രീ, 2 മേടിച്ചാൽ 1 ഫ്രീ, അങ്ങനെയാണ്. 2 ശവപ്പെട്ടി മേടിച്ചാൽ എലിപ്പെട്ടി ഫ്രീ. ഇതാണ് ഇന്നത്തെ ഫ്രീ. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാം കൊടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വാഗ്ദാനമാണ് ഈ പരസ്യം. അങ്ങനെ ആ പരസ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സ്വന്തമായി ഒരു ഫോക്കസ് ഇല്ലാത്ത ആൾക്കാരും ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാരും പരസ്യത്തിൽ വീഴും. നല്ലൊരു ക്രെഡിബിലിറ്റിയും ഐഡൻറ്റിറ്റിയും ഉള്ളിൽ ഉള്ളവർ എളുപ്പത്തിൽ പരസ്യത്തിൽ വീഴുകയല്ല. പലതും അങ്ങനെ നടന്നു പോകും. എനിക്കിത് മതി. എപ്പോഴാണ് ഈ പരസ്യം നമ്മളെ വീഴിക്കുന്നത്? പോരാന്ന് ചിന്തിക്കുമ്പോഴല്ലേ. പോരാ. സൗന്ദര്യം പോരാന്ന് ചിന്തിക്കുമ്പം കോസ്റ്റ്യൂംസിനോട് തോന്നും. ദേഹത്തിന് ഭംഗിയില്ലാന്ന് തോന്നുമ്പം വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തോന്നും. അതിങ്ങനെ ആ രീതിയിലാണ് പരസ്യം നമ്മളെ വേട്ടയാടുന്നത്. അപ്പോൾ എപ്പം നോക്കിയാൽ ഒരു നല്ല സീരിയൽ കാണാൻ പറ്റുമോ? അത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത്രയും നീളത്തിലുള്ള പരസ്യം. ഒരു സിനിമയിലും കണ്ടു തീർക്കണമെങ്കിൽ 4 മണിക്കൂറേലും വേണം. ഇടയ്ക്കിടയ്ക്ക് പരസ്യം. അങ്ങോട്ട് കൊണ്ട് നിർത്തിയിട്ട് ഉടനെ അങ്ങ് പരസ്യം. പണ്ടിങ്ങനായിരുന്നു ഈ നോവൽ എഴുതുമ്പം, വാരികളുടെ നോവൽ. അപ്പം അന്ന് ഒരു സസ്പെൻഷൻ കൊണ്ട് നിർത്തും. പണക്കാരൻ തോമസ് കുട്ടി, പാവപ്പെട്ട ആലീസ് കുട്ടി, 2 യുവമിഥുനങ്ങൾ. അവർ തോടിൻ്റെ 2 കരകളിലൂടെ ഒരുമിച്ച് വന്നു. ഒരു പോയിന്റിൽ നിന്നും 2 കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഉടക്കി തുടരും. പിന്നെ എന്നാ തുടരുന്നതെന്നുള്ളതാണ് അത് നോവലിലാണ്. അത് പരസ്യവലിലും ഒരു ശൈലിയാണ്. ഇതുപോലെ നമുക്കൊരു കഥ കാണാനുള്ള ആകാംക്ഷയുള്ള സമയത്തോടുന്ന് പെട്ടെന്ന് മുറിക്കും. അപ്പം അത് കളിപ്പീരാന്നുള്ള തെളിവാണത്. കാരണം മനുഷ്യനെ പിടിച്ച് വഞ്ചിക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചാലേ പറ്റുള്ളൂ. അല്ല പരസ്യം കാണുമ്പോൾ ആരായിരിക്കും. അപ്പം അതിനകത്ത് തന്നെ ഈ ഒരുപാട് പരസ്യം വരുമ്പോൾ ഓർക്കാനുള്ള കാര്യം ക്വാളിറ്റി കുറവാന്നുള്ളതാണ്. ഞാൻ ധ്യാനങ്ങളിൽ പറയാറുണ്ട്, പ്രിൻ്റ് പേജിൽ ഒരു കമ്പനിയുടെ പരസ്യം കണ്ടാൽ ആ സാധനം ഒരിക്കലും മേടിക്കരുത്. അങ്ങനെ മേടിച്ചാൽ നമ്മൾ തിന്മയ്ക്ക് കൂട്ടി നിൽക്കുന്നവരാണ്. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് അവൻ്റെ പരസ്യം. ആ പൈസയും കൂടെ ആരോടാണ് മേടിക്കുന്നത്? നമ്മളിൽ നിന്നാണ്. അതേസമയത്താണ് കൊച്ചു കടകളിൽ നിന്ന് മേടിക്കാം. പരസ്യമില്ലാത്ത കടകൾ ഇന്ന് അത്ഭുതപ്പെടും. ആശുപത്രിക്ക് പോലും പരസ്യമാണ്. നല്ല ഡോക്ടറുണ്ട്, പിന്നെ എന്തിനാ പരസ്യം? നല്ല ഡോക്ടറില്ല, ആളില്ല. അതുകൊണ്ട് പരസ്യം വിട്ട് ആളെ കൊണ്ടുവരണം. പണ്ടില്ലായിരുന്നല്ലോ. ഒരു നല്ല ഡോക്ടറുണ്ടോ, ആൾക്കാർ അവിടെ ചെല്ലും. ഒരു നല്ല ധ്യാനമുണ്ടോ, അതിന് പരസ്യമൊന്നും വേണ്ട, അവിടെ ചെല്ലും ആൾക്കാർ. അതെ, അട്ടപ്പാടി വലിയ മലമുകളാണ്, അവിടെ ആൾ ചെല്ലും, അണക്കര ചെല്ലും. അപ്പോൾ അതെന്ന് വെച്ചാൽ നന്മയുണ്ടോ അവിടെ ആൾ ചെല്ലും. ഇതില്ലെങ്കിൽ പരസ്യം. 2 4 വന്നിരിക്കുന്നു. അണപ്പല്ലിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ്, കോമ്പലിൻ്റെ സ്പെഷ്യൽ പറിക്കാനുള്ളവൻ. ഇതൊക്കെ നമുക്ക് ചുമ്മാ കച്ചവടമാണ്, കാശ് കിട്ടാനുള്ള കച്ചവടമാണ്. അപ്പോൾ എല്ലായിടത്തും കൊണ്ടിന്ന് ആതുരാലയ മേഖലയിൽ വരെ ഇന്ന് പരസ്യമുണ്ട്. അപ്പോൾ അത് ആ പരസ്യം നമ്മളെ വശീകരിക്കുകയാണ്, നമ്മളെ കളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു കുടുംബ ബഡ്ജറ്റൊക്കെ തകർത്തുകൊണ്ട് കണ്ട സാധനം മേടിച്ചോണം. ഭാര്യ പറയും നോക്ക് മനുഷ്യ. പിള്ളേർ പറയും ഡാഡി കെട്ടിയിട്ട് തോന്നും ഈ ഷൂസ്. അങ്ങനെ നമ്മളെ ഒരു വലയെ കൊണ്ട് ഇടുകയാണ്. ഈ പരസ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഇന്ന സംഗതി വേണം, ഇന്നതുപോലെ ആവണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും അതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെ അച്ഛൻ്റെ അടുത്ത് വരാറുണ്ടോ? അങ്ങനെ വരും. അപ്പോൾ അവർ ഇപ്പം നല്ല ബൈക്കിൻ്റെ പരസ്യം കണ്ടിട്ട് ഡ്യൂക്ക് കഞ്ഞി കുടിക്കാൻ കാശില്ലാത്തവൻ്റെ മോനാ, അവനത് തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ പോയി ചത്തുകളയും.
കാരണവന്മാർക്ക് താങ്ങാൻ പറ്റുന്നപ്പുറം പ്രഷർ ഉണ്ടാകുന്നെങ്കിൽ ശരിയല്ല. അതുപോലെ ഭാര്യ തന്നെ ഇതുകൊണ്ട് ഉയ്യോ ആ സാരി ഇത് മേടിച്ചേക്കാം, അപ്പോൾ അതിന് ഇത്ര ശതമാനം കിഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ നിർബന്ധിച്ച് കാശുണ്ടെങ്കിൽ പാകം ഓക്കെ. ഇതിങ്ങനെ ആണുങ്ങളാണേലും ചുമ്മാ വെറും ആവറേജ് മനുഷ്യൻ, പക്ഷെ പരിസ്ഥിതി കാണുന്ന സൂട്ടും കോട്ടും ടൈയും ഒക്കെ ഇട്ട് നടന്നാലേ എന്തോ ആവുള്ളൂ എന്നൊരു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കാനുള്ളത്, ഈ പരസ്യങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടായെന്ന് ഓർക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ചിലരുണ്ട് ഓരോ ഡിസൈൻ, ഇപ്പോൾ ഒരു ഡിസൈൻ മൂങ്ങാട് ഒഴുപ്പും മൂങ്ങാട് ഷേപ്പും മൂങ്ങാട് ഭാവവും ഒക്കെ ആയിട്ടുള്ള ഒരു സാരി അത് കൊടുത്തു കഴിഞ്ഞാൽ മൂങ്ങയെ പോലെ ചെയ്യും. അപ്പം മൂങ്ങാ ഡിസൈൻ കണ്ടു, എന്തിനു വേണ്ടി അറിഞ്ഞുകൂടാ, അത് മേടിക്കുക, മേടിച്ചു കൂട്ടുക. മഹാത്മാഗാന്ധിക്ക് വല്ല പരസ്യമുണ്ടോ? അർത്ഥനഗ്നായ ഫക്കീർ മുഷിഞ്ഞ വസ്ത്രം കൊടുത്തു, അത്രയും മതി. കാരണം മേക്കപ്പിലല്ല സൗന്ദര്യം. മദർ തെരേസയ്ക്ക് എന്നാ മൂങ്ങാ ഡിസൈനോ ഏറ്റവും ലക്ഷറി സാരിയൊന്നുമില്ല, ഒരു ഓയിൽ സാരി, പക്ഷേ ഭംഗിയുണ്ട്. അങ്ങനെയുള്ള ഭംഗി പഠിക്കണം കുടുംബനാഥകളും കുടുംബനാഥന്മാരും മക്കളും. അപ്പോൾ ഈ പരസ്യത്തിൽ കാണുന്ന പലരെയും കണ്ട് അതുപോലെ ആകാനുള്ള ശ്രമങ്ങളും അതുപോലുള്ള കമ്പാരിസൺസും ഒക്കെ വന്നു കഴിയുമ്പം പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളി എത്ര പോരാ, അല്ലെ അവൾക്ക് എത്ര സൗന്ദര്യം പോരാ, അങ്ങനെ ഇത്ര വഴഞ്ചൻ എന്നൊക്കെ ഉള്ളൊരു തോന്നലുകളും സ്വാഭാവികമല്ലേ ഉണ്ടാകുന്നു. മേക്കപ്പൊക്കെ ഇട്ടു ഒരു സ്ത്രീ നിൽക്കുന്നു, കണ്ടാൽ ഭയങ്കര സുന്ദരി. അപ്പോൾ ആ സൗന്ദര്യം കാണുമ്പോഴത്തേക്ക് ഇതുപോലെ എൻ്റെ ഭാര്യയായ കൊള്ളാം, ഇതുപോലെ എൻ്റെ ഭർത്താവായ കൊള്ളാം, ഇതുപോലെ വീടായ കൊള്ളാം, ഈ ഒരു ചിന്ത മനുഷ്യനിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വരും. അപ്പം അവിടെ ഒരു സ്വയം ചിന്തിക്കാനുള്ള ഒരു മാനസിക ബാലൻസ് നമ്മൾ ഉണ്ടാകണം. ഏത് തുണി എടുത്താലും ഒന്നാണ്, അത്ര. എത്ര നല്ല പെർഫ്യൂം ഇട്ടാലും 3-ാം ദിവസം പുഴു ഇദ്ദേഹം തിന്നാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ദാർശനികർ. നമ്മൾ നമ്മുടെ നിലവാരത്തിൽ ഒതുങ്ങാനായിട്ട് പഠിക്കണം. നമ്മൾ പരസ്യമുള്ളവരുടെ ചിന്ത എന്താ, പോരാ എനിക്ക് അതുപോലെയാകണം. ഉദാഹരണം, എനിക്ക് 7 ലക്ഷം രൂപ മുടക്കുന്ന ഒരു സാമാന്യ കാറ് മേടിക്കാം, എൻ്റെ അയൽവാസിക്ക് 15 മേടിക്കാനുള്ള കഴിവുണ്ട്. അവനോടൊപ്പം നിൽക്കാൻ വേണ്ടി ഞാൻ 8 ലക്ഷം കടമെടുത്ത് മേടിച്ചാൽ അത് തെറ്റാണ്. പരിസ്ഥിതി കാണുന്ന വണ്ടി പൈസ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, മക്കൾ വഴി ഉണ്ടായേക്കാം, ഓക്കെ. ഇനി ഒരു പ്രത്യേക പെയിൻറ്റിൻ്റെ പരസ്യം കണ്ടു, ഒരിക്കലും പോകാത്ത പെയിൻറ്റ് എന്നും പറഞ്ഞ് അതിനേക്കാൾ നല്ല പെയിൻറ്റ് ഈ പരസ്യം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഓടിയാൽ അത് സാമൂഹിക തിന്മയാണ്. നമുക്ക് ദൈവം നൽകിയ അവസരത്തിൽ ഒതുങ്ങാൻ പഠിക്കണം. അവനവൻ്റെ നിലവാരത്തിൽ നമ്മൾ ഒതുങ്ങി ജീവിക്കുക. ഒതുങ്ങാതിരിക്കാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നതാണ് പരസ്യങ്ങൾ. ഈ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം എന്താണ് പറയാൻ അല്ലേ? അതെ, നമ്മളെല്ലാവരെയും വീഴിക്കുന്ന ഒരു, പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകളെയൊക്കെ വല്ലാണ്ട് വീഴിക്കും കേട്ടോ. നമ്മുടെ വിചാരം ഐശ്വര്യ റായി തേക്കുന്ന സോപ്പ് വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമെന്നാണല്ലോ, വെറുതെയെങ്കിലുള്ള ചിന്ത. അതിനെനിക്ക് തോന്നുന്നു പ്രായവും വിദ്യാഭ്യാസവും ഒന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് പല പരസ്യങ്ങളും പോകുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ എടുക്കേണ്ട ഒരു മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അത് നമ്മളെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കണക്കാണ്. ആണുങ്ങൾക്കുണ്ട് അവരുടേതായ മേഖലയിൽ അവരുടെ പ്രലോഭനം. നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത്രയും ആണുങ്ങൾക്കില്ല, ഓപ്ഷനില്ല. ഷൂസോ പാൻസോ കോട്ടോ ടൈയോ അല്ലാതെ പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം ഐറ്റങ്ങളുണ്ട്. ഇതെന്നാ കണ്ടാലും ഇതൊന്നും ബാധിക്കാത്തവരുണ്ട്. എന്നാ കണ്ടാലും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു, മാന്യമായി ശേഖരിക്കുന്നു, കുടുംബത്തെ നോക്കുന്നു, നാളത്തെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി യത്നിക്കുന്നവരുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് മനുഷ്യരെന്ന് പറയുന്നത്, നിലവാരമുള്ളവർ. അതേ സമയത്ത് ഒന്നുമില്ലെങ്കിലും കടം മേടിച്ചാലും എന്നാ കിട്ടിയാൽ അതും ഇതൊക്കെ മേടിച്ച് കൂട്ടി വയ്ക്കുന്നത് നിലവാരം കുറഞ്ഞ മനുഷ്യരാണ്. അതിനാദ്യമേ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ളിടത്ത് എന്നാ കണ്ടാലും ഈ പ്രലോഭിതരാകാത്തവരുമുണ്ട്, നിസ്സാരം കാണുമ്പം ആകുന്നവരുമുണ്ട്. ആകുന്നവർ പിന്നീട് പാപ്പരായിട്ട് മാറും, അപകടത്തിൽ ചെല്ലും. പിന്നെ അവർക്ക് മേലെ കടവായി സാമ്പത്തിക ബാധ്യതയായി ഓർക്കാതെ തകരും. അല്ലാത്തവർ പടിപടിയായി ഉയരും. അതുകൊണ്ടാണ് ചില സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിലായി, ദൂർത്ത് ശ്രദ്ധയില്ലായ്മ. കാരണന്മാർ ഒത്തിരി നേടി വച്ചാൽ മക്കൾ നശിപ്പിക്കും. അതേസമയം ദരിദ്ര കുടുംബത്തിൽ മക്കൾ പഠിച്ച് ജയിച്ച് നാട്ടിൽ 1-ാം തരക്കാരായിട്ടും മാറി.
അപ്പം അവർക്ക് പരസ്യങ്ങളോ പ്രലോഭനമൊന്നുമില്ല. അപ്പനും അമ്മയും കാണിച്ച ജീവിത മോഡലുണ്ട്, ഇത് മതി, ഇതിലൂടെ പോയാൽ ജീവിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു തിരുത്തി ലോകത്തെ വിജയിച്ചവരുണ്ട്. ഇന്ന് പക്ഷേ ഈ പരസ്യവും ഈ മോഡലിങ്ങും ഒക്കെ ഭയങ്കര വലിയ കരിയറായിട്ടാണല്ലോ പറയുക. പക്ഷേ നമ്മുടെ ഈ ഒരു എന്താണ് ശരീര കേന്ദ്രീകൃതം എന്നൊക്കെ തന്നെ വേണമല്ലോ പറയാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി നമ്മൾ ഈ ക്രിസ്ത്യൻ കൾച്ചറിൽ പറയുന്ന ഒന്നിനും ഒരു വാല്യൂ ഇല്ലാത്തൊരു ശൈലിയായില്ലേ? അതെ, ഞാൻ പറഞ്ഞതേ, അതുപോലെ സൂക്ഷിക്കുന്ന 90% ഇങ്ങനെയുള്ളവരുണ്ട്. 10% ഓളമേ നമ്മൾ കാണുന്നുള്ളൂ. എത്രയോ ഗ്രാമങ്ങളിലൊക്കെ ശുദ്ധമായ ജീവിതം അനേകരെ അറിയാം. ഇതിൽ കൂടെ അല്ല അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പിന്നെ ഇതുവഴി അമിതമായ പരസ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സെക്സിലെ പ്രലോഭനങ്ങളൊക്കെ സമൂഹത്തിൽ തിന്മ വർദ്ധിക്കും. പെണ്ണിനോടുള്ള ആഗ്രഹം, ആൺരക്ഷത്തോടുള്ള ആഗ്രഹം, ചുമ്മാ വഴങ്ങി കൊടുക്കുക, വീണ് കൊടുക്കുക, അതൊക്കെ പരസ്യത്തിൽ നിന്ന് വരുന്ന കാരണം. അത് രീതിയിൽ അങ്ങനെ പെണ്ണുങ്ങളുടെ ശരീരത്തിലെ പ്രത്യേക ഭാഗം മാത്രം പ്രൊജക്റ്റ് ചെയ്യുക, ആണുങ്ങളുടെ ഭാഗം പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങനെ കാമാസക്തി ഊട്ടി വളർത്തുന്ന വികലമായ പരസ്യമുണ്ട്. അത് അപകടമാണ്. പക്ഷെ ഉള്ളപ്പോഴും ഒരു വിലയും കൊടുക്കാതെ അത് അതിൻ്റെ വഴിയെന്നും പറഞ്ഞ് പോകുന്ന ഇഷ്ടംപോലെ മനുഷ്യരും ഉണ്ട്. അപ്പം നമ്മൾ സമൂഹത്തിനുള്ള മൂല്യം തലമുറയ്ക്ക് അതിൽ വീണു പോകരുത്. നമുക്ക് നമ്മുടെ നിലപാടുകളും സ്റ്റാൻഡുകളും നമ്മൾ ജീവിക്കണം, അത് പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരെ ജീവിതം വഴി കാണിച്ചു കൊടുക്കണം. പക്ഷേ ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിലുള്ള ഒരു ട്രെൻഡേ, നമ്മളിപ്പോൾ മുതിർന്നവരങ്ങനെ പറഞ്ഞാലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര പോകുമ്പം സ്കൂളുകൾക്കൊക്കെ ഒരു കോഡുണ്ട്, ഡ്രസ് കോഡുണ്ട്, ഇന്ന ധരിക്കണം. നമുക്കിത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവരിടുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും തന്നെ അങ്ങനെയാണ്. ചില റെസ്ട്രിക്ഷൻസൊക്കെ പറഞ്ഞാലും അതൊന്നും പാലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം മാതാപിതാക്കളാണെങ്കിലും നമുക്ക് വിവരമില്ല, നമുക്ക് ഫാഷനില്ല, നമുക്ക് പുതിയ ട്രെൻഡുകൾ അറിയില്ല എന്നാണ് പുതിയ തലമുറ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മക്കളുടെ അടുത്ത് എന്തൊരു നടപടി, എങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് ആകണോ, അതേ ആ ട്രെൻഡൊക്കെ കുറച്ച് സമ്മതിക്കണോ? മാതാപിതാക്കൾക്ക് കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. സ്കൂളിന് ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ അതില്ലാതെ പറ്റിയ എല്ലായിടത്തും പറ്റിയല്ല, അത് പിടിക്കുമല്ലോ സ്കൂളിൽ. അതങ്ങനെ അപ്പോൾ അതങ്ങനെ ഇടുക. പിന്നെ അല്ലാത്ത ദിവസം എന്നേലും ഇടാനല്ലേ അവർക്കൊരു ഓപ്ഷൻ വേണം, എപ്പോഴേലും ഇതൊക്കെ കാണിക്കണ്ടേ. അപ്പം അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അത് കുറച്ച് കഴിയുമ്പം ചിലപ്പം നമ്മൾ കാണും തലമുടിയൊക്കെ പടത്തിയിട്ട് ഏതാണ്ട് പ്രാന്തൻ്റെ വീട്ട് കുറേ നാൾ നടന്നു, കുറേ പേര് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഇട്ടുമൊക്കെ കച്ചവടക്കാരൻ്റെ വീട്ട്. ഇപ്പം അത് ഒത്തിരി അങ്ങ് കുറഞ്ഞു. ഒരു കാലഘട്ടമാണ് അത്. പണ്ട് ബെൽബോട്ടം ഉണ്ടായിരുന്നു, ചുമ്മാ ഇങ്ങനെ തൂത്ത് വാരി പോകുന്ന പോലെ ജയൻ്റെയൊക്കെ പടത്തി പാടാതായിരുന്നു. അപ്പം അതിടാൻ ആൾക്കാർക്ക് നാണക്കേടായി. അത് കഴിഞ്ഞ് ടൈറ്റ് ഇട്ടു, അത് കുഴൽ പോലായി, അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പം നോർമലായ പാൻസും കൂട്ടുമൊക്കെയാണ് ഒരു നൊബിലിറ്റിയുടെ ഭാഗമെന്ന് ചിന്തിക്കുന്നു. ഇനി വേറെ തലമുറ വരാം, നമ്മളൊന്നും അറിയാത്ത മറ്റൊന്ന് കാണിച്ചുകൊണ്ട് വരാം. പണ്ട് മുടിയൊക്കെ വൃത്തിയായിട്ട് വെട്ടി വെക്കും. ഇപ്പം ബംഗാളി വന്നപ്പോൾ തന്നെ അവൻ താരിട്ട റോഡ് പോലെ ഇത്രയും ഭാഗം പഠിച്ചിട്ട് ഇവിടെ മാത്രം നിർത്തും. അപ്പം നമ്മളത് കുറേ നാൾ കുറച്ച് ഇതൊന്നും ശേരല്ലല്ലോ. ഒരു പെൺകുട്ടിയോട് പറഞ്ഞിങ്ങനെ, ചെറുപ്പക്കാരനെ കണ്ടു വെച്ചാൽ എല്ലാം കൊണ്ടും കൊള്ളാം, പക്ഷേ തലയിൽ കോമാളിത്തരവാണ്. അപ്പോൾ അവന് സ്റ്റാൻഡേർഡില്ലെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ആ കല്യാണത്തിന് ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഒരു പെണ്ണ് പറഞ്ഞു. അങ്ങനെ പറയുന്ന പല പെണ്ണ് കാണും. അപ്പം ഒത്തിരി മേക്കപ്പ് ചെയ്തൊരു പെണ്ണിനെ ചില ആണുങ്ങൾക്ക് വിശ്വാസക്കുറവാണ്. അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ കാണുന്നവരുണ്ട്. പക്ഷെ കൊച്ചു നല്ലതായിരിക്കാം. അപ്പോൾ ഇതാണ് ഈ വലിയ മേക്കപ്പും ഈ അപ്പിയറൻസും എല്ലാവരെയും ആകർഷിക്കണമെന്നില്ല. ചിലർ ചിന്തിക്കും ഇത് വളരെ അകം empty ആണ്, അതുകൊണ്ട് പുറം ഷോയാണ്. empty vessel makes much noise. ശൂന്യമായ പാത്രം ഒരുപാട് ശബ്ദം കേൾപ്പിക്കും. അരുവിനേക്കാളും നിറയെ അരിയാണെങ്കിൽ കൊട്ടിയാൽ ശബ്ദമില്ല, ഇല്ലെങ്കിൽ ഭയങ്കര ശബ്ദം. പുറത്തുള്ള വലിയ ഓളങ്ങൾ അകത്തെ ശൂന്യതയാണ് കാണിക്കുക. അതാണൊരു ധാർമ്മിക അവലോകനം. അതല്ലാത്തവർക്കൊന്നും വേണ്ട. മിനിമത്തിൽ വൃത്തിയായിട്ട് വലിയ ബഹളമൊന്നുമില്ല, പക്ഷെ അവർക്ക് അകത്ത് ഡെപ്തുണ്ട്. അകത്ത് ഡെപ്ത് ഇല്ലെങ്കിൽ പുറത്തെ ഓളങ്ങൾ വർദ്ധിക്കും. അത് കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം, മഹാത്മാക്കളുടെ കഥകൾ പറയണം. അങ്ങനെ പറഞ്ഞ് ഇഷ്ടമില്ലേലും അത് ഉള്ളിൽ വിത്ത് പോലെ കിടക്കും. ചില സമയത്ത് നിർണായക തീരുമാനങ്ങളിൽ ഈ സംഭവങ്ങളും കഥകളും സ്വഭാവത്തെ സ്വാധീനിക്കും. ഞാനിങ്ങനെ മനസ്സിലോർക്കുമായിരുന്നു, ഒരു ഫാഷനുമില്ല. ആദ്യം കാണുമ്പോൾ തൊട്ട് അവസാനം കാണുന്നതിന് വരെ അച്ഛനൊരു വേഷമല്ലേ ഉള്ളൂ, ഞാനിങ്ങനെ മാറി മാറി വേഷം കെട്ടി ഇവിടെ ഇരിക്കണമല്ലോ അല്ലേ? ശരിക്കും ഈ ഉള്ളാണ് പ്രധാനം എന്നുള്ളത്
അച്ഛൻ തന്നെ തെളിയിച്ചിട്ടുണ്ട് അല്ലേ, ഞങ്ങൾ ഈ ബാഹ്യമായ വേഷത്തിലൊന്നും കാര്യമില്ലെന്നുള്ളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ ടീച്ചറാന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ ട്രെൻഡ് മാറി നല്ല ഡ്രസ്സിലും നല്ല സ്റ്റൈലിലും ഒക്കെ ചെന്നില്ലെങ്കിൽ കുട്ടികൾ പോലും മൈൻഡ് ചെയ്യില്ല ഇപ്പം. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് സംഗതിയില്ലേ, നമ്മൾ കുറച്ചുകൂടെ സ്റ്റൈല് കീപ്പ് ചെയ്യണം, നമ്മളൊരു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം എന്നൊക്കെ ഉള്ളത്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് അത് ഞാൻ ആ പോളിസിക്കാരനാട്ടോ, എൻ്റെയും കാഴ്ചപ്പാടതാ. ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലങ്ങളിൽ നല്ല വൃത്തിയായിട്ട് നടക്കണം, മിടുക്കരായി പോകണം അല്ലേ, ഒരുങ്ങി നടക്കണം, വൃത്തിയായി വേഷം ധരിക്കണം, കണ്ടല്ല അന്തസ്സ് വേണം. ഇത് വേണം. അതുകൊണ്ടാണ് ഒരു 10 65 വയസ്സ് വരെയൊക്കെ ഉള്ളവർ ഒന്നെങ്കിൽ ഒന്ന് ഡൈ ചെയ്താലോ മൊത്തത്തിൽ ഒരു വക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ട് താളി തേക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇഞ്ച ചതച്ച് തേക്കുമായിരുന്നു, തീപ്പെട്ടിക്കോല് കത്തിച്ചിട്ട് അതിൻ്റെ കരി കൊണ്ട് മീശ വരയ്ക്കുമായിരുന്നു. അന്നത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇഷ്ടംപോലെ സംഗതി കിട്ടാൻ തുടങ്ങി, ഐറ്റങ്ങളുണ്ട്. ഒരുങ്ങി നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അമിതമായ ഷോയാണ് നമ്മൾ തെറ്റ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു അപ്പാപ്പനെ പോലെ നമ്മൾ അമേരിക്കയിൽ പോയാൽ പിന്നെ ധ്യാനിപ്പിക്കാൻ വിളിക്കുകയല്ല, അതാ അപ്പാടെ കളവനായി ചുരുള് ഇങ്ങനെ കിടക്കുക. അല്ലാതെ ചുമ്മാ ഒരു തള്ളയെ പോലെ അവിഞ്ഞു ഒതുങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയിലേക്ക് ആരും നമ്മൾ ഉൾപ്പെടുത്തുകയല്ല. കാരണം അവിഞ്ഞു പോയി, തീർന്നു പോയി. അതൊരു ഷോ കാണിക്കുകയായിരുന്നു. വൃത്തിയായിട്ട് ഒരുങ്ങി ദേഹവും ശുദ്ധിയായി വസ്ത്രവും വൃത്തിയാക്കി മുടിയും ഭംഗിയാക്കി മുഖവും ഭംഗിയാക്കി ഉള്ള കാലം നടക്കണം. ഇനി ഒരു 10-70 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും 50-കാരിയെ പോലെ നടന്നാൽ അത് അരോചകമാണ്. 10 ഇപ്പം ഒരു ലോകാരോഗ്യ സംഘടന പറയുന്നു 75 വയസ്സ് വരെ യുവത്വം പോലെ മനുഷ്യൻ പോകുന്ന കാലമാണ്. കാരണം പണ്ട് 50-ആം വയസ്സിലൊക്കെ മരിക്കുന്ന കാലത്തായിരുന്നു വാർദ്ധക്യം. ഇന്നൊന്നും ആരും അംഗീകരിക്കില്ല, അങ്ങനെ മരിക്കുന്നവരില്ലല്ലോ. ഞങ്ങളൊന്നും സമ്മതിക്കില്ല. ഒരിടത്തുമില്ല. ഇപ്പം ഇംഗ്ലണ്ടിൽ ചെല്ലാമെങ്കിൽ 103 പേരുണ്ട് 100 വയസ്സ് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ടാക്സി ഓടിക്കാം. കാരണം പ്രായമല്ല, കണ്ണിൻ്റെ പവറാണ് പ്രധാനം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സിസ്റ്റമൊക്കെ ഓക്കെ ആണെന്ന് വരിയിൽ ഒരുങ്ങി വൃത്തിയായിട്ട് നടക്കുക. അതങ്ങനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നടക്കും മക്കൾക്കും തോന്നും അമ്മയോട് പുച്ഛം, ഇതെന്നാലും ഷേപ്പില്ല നടക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ 60-ആം വയസ്സിൽ 85-കാരിയെ പോലെ നടത്തേണ്ട കാര്യമൊന്നും ഉള്ള കാലം വൃത്തിയായിട്ട് നടക്കുക. ചുമ്മാ വേസ്റ്റും ഷോയും ആകാതെ നമ്മൾ പോകണം എന്നുള്ളതാണ് നമ്മുടെ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ മുരഞ്ഞ് ചത്ത് കിടക്കാനൊന്നും ഒരു ദൈവം ഒരിടത്തും പറഞ്ഞിട്ടൊന്നും മനുഷ്യൻ്റെ സങ്കല്പത്തിൽ അങ്ങനെ ആയിരിക്കും. അത് പാവമാണ് ഒക്കെ ചുമ്മാ പൊട്ടച്ച് മനുഷ്യൻ്റെ ചിന്തയാണ്. വേറെ എവിടെ വർത്തിരിക്കുക ഒരിടത്തുമില്ല. നമുക്ക് നമ്മുടേതായ ഡിസൈൻമെൻറ്റ് ടിപ്പ് ടോപ്പായിട്ട് പോകണം, അതിനകത്ത് കുഴപ്പമൊന്നും. തീർച്ചയായിട്ടും ഒരു വിവേകം ഉണ്ടായിരിക്കുക എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ കഴിവിനകത്ത് ഭംഗിയായി നടക്കുക, അതല്ലാതെ അല്ല. ഈ ഓഫറുകളിൽ വീഴുന്നൊരു കാലമാണല്ലോ ഇത്. ഈ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം മേടിക്കാൻ കയറുന്നതായിരിക്കും, അവസാനം ഇറങ്ങുന്നത് ഒരു 1500 രൂപയുടെ സാധനം മേടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ടല്ലോ ഈ ഓഫറുകൾ. അതിനെ എങ്ങനെ ഒന്ന് നമ്മൾ വിവേകത്തോടെ ഒന്ന് നോക്കി കാണേണ്ട കാര്യം. ഈ ഓഫറുകൾ കൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മൾ പോകുന്ന ഒരു ബ്രെഡ് മേടിക്കാനാണ്, പക്ഷെ നമുക്ക് തരുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഇതിനകത്ത് മാക്സിമം കുത്തി കയറ്റി പോന്നോണം, അങ്ങനെയാണ് പറഞ്ഞാൽ വിടുന്നത്. അപ്പം അങ്ങനെയുള്ള ഓഫർ വരുമ്പോഴത്തേക്ക് എൻ്റെ തീരുമാനം എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. ഒരാൾ വലിയ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് 3-4 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ സെയിൽസ്മാൻ ചോദിച്ചു, ഇതെന്നാ ചുമ്മാ ഇതിനകത്ത് നടക്കുന്നേ, കച്ചവടത്തിന് വന്നതല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ വന്നതല്ല, എനിക്ക് ആവശ്യമില്ലാതെ എന്നൊക്കെ ഉണ്ടെന്ന് ഒന്ന് കാണുവാന്ന്. എനിക്ക് ആവശ്യമില്ലാതെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണുക, അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം ഓഫർ പലതും വരും. എനിക്ക് അത്യാവശ്യമില്ലാത്ത ഒന്നും നമ്മൾ മേടിക്കരുത്. നമുക്ക് പലതുണ്ട്, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. പലതും അനാവശ്യമാണ്. പലതും അനാവശ്യം. നമുക്ക് ആവശ്യം ഇപ്പോൾ 2 ജോഡി ചെരുപ്പ് കൂടുതൽ എന്തിനാ ആവശ്യം? വീട്ടിൽ കൊണ്ട് വെക്കാൻ എന്നതിനാ? അല്ലെ ആഭരണം ഒരു ഐറ്റം പോരെ, എന്തിനാ നമ്മൾ ഇത് മാറ്റി ചുമ്മാ ഇടുന്നേ? ഇതെല്ലാം എപ്പോഴിട്ടാലും ഈ സാധനം തന്നെ. കഴുത്തെടുത്ത സാധനം കൊണ്ട് പെഴുതി വെക്കാനൊന്നും അല്ലല്ലോ, ഒരിടത്തേ ഇടുന്നുള്ളൂ. അപ്പോൾ ആവശ്യങ്ങളും അത്യാവശ്യവും നമ്മൾ നോക്കുക. നമുക്ക് ആവശ്യം വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. അതിന് ലോകത്ത് ഒരു മനുഷ്യൻ ദൈവം കുറവ് വരുത്തിയിട്ടില്ല. അത്യാവശ്യമുള്ളത് എല്ലാം ലോകത്തുണ്ട്. ചില ആർത്തി കാണിക്കുമ്പം ചിലക്കില്ലാതെ പോകുന്നുള്ളൂ. പക്ഷേ അനാവശ്യങ്ങളിൽ നമ്മൾ മാറണം. ഓഫറുകൾ അനാവശ്യമാണ്. അതിനോട് നമ്മൾ നോ പറയാൻ പഠിക്കണം. അത് തലമുറയെ പഠിപ്പിക്കുകയും വേണം. കാരണം ഒരു ഡ്രസ്സൊക്കെ ഒന്നിട്ടു രണ്ടാമതിട്ട് കഴിഞ്ഞാൽ ഉടനെ
ഔട്ട്ഡേറ്റഡായി, ഔട്ട് ഓഫ് ഫാഷനായി. അങ്ങനെയാണ്. അപ്പം തരാതരം ഡ്രസ്സുകളും തരാതരം ഷൂകളും, എന്നാൽ ഇതെല്ലാം വീട്ടിലിങ്ങനെ അടുങ്ങി ഇരുന്നിട്ട് ഒരു സ്പേസും ഇല്ലാത്തൊരു സാഹചര്യമാണ് പലർക്കും. എന്നാൽ പലർക്കും ഷെയർ ചെയ്യുക, കൊടുക്കുക, ഇതും പഠിക്കാറില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒരു നല്ല എപ്പിസോഡായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വിവേകത്തോടു കൂടി നമ്മുടെ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. പരസ്യങ്ങൾ നമ്മളുടെ മസ്തിഷ്കത്തെ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് നിന്നു കൊടുക്കരുത്. അതല്ലേ? നമ്മുടെ ആവശ്യം കൊണ്ട്, നമ്മുടെ വിവേചനം കൊണ്ട് മതി എന്ന് പറയാൻ പഠിക്കുക. ഓഫർ നോക്കുന്നവൻ പോരാ എന്ന് പറയുന്നതാണ്. പോരാ എന്നുള്ള വാക്കല്ല, മതി എന്ന വാക്ക് മുതിർന്നവർ പറയണം. അത് മക്കൾ കണ്ടുപഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തൊട്ട് ഞങ്ങളെല്ലാവരും മതി എന്ന് പറയാൻ പഠിക്കും. ഓക്കെ, താങ്ക് യു. വെച്ചാൽ അടുത്ത